വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓഫ് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പ്രത്യേകിച്ച് വീട്ടിൽ ചെറിയ 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 ചങ്ക് പോർഷൻസോട് കൂടി കേട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിച്ചാൽ ഇംഗ്ലീഷ് വളരെ എളുപ്പം തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു വാവകളുടെ ഒപ്പം വീട്ടിലുള്ള കുട്ടികളുടെ അടുത്ത് അവർ കളിയാക്കിയാലും ചിരിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അവരോട് കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക ഇംഗ്ലീഷിൽ. ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ഓരോ സിറ്റുവേഷൻസ് ആണ്. അപ്പം കിച്ചൺ കഴിഞ്ഞു, അല്ലെങ്കിൽ ബെഡ്റൂം, ഡൈനിങ് ഏരിയ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞിൻ്റെ റൂമാണ്. അയ്യോ, കുട്ടികളുടെ മുറി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളമാണല്ലേ. കുഞ്ഞുങ്ങളുടെ ടോയ്സ് ഒരു വഴിയിൽ, ബുക്ക് ഒരു വഴിയിൽ, ബ്ലാങ്കറ്റ് വേറൊരു വഴിയിൽ, ബെഡ് വേറൊരു വഴിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ കറക്റ്റായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക ഒന്ന് നോക്കാം. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞ് കളിയാക്കാം. ഇതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞും ഇത് കേട്ടിട്ട് അവനും ഇതേപോലെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇറ്റ് ബിക്കംസ് വെരി നൈസ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രാക്ടിക്കലി നമ്മൾ കുഞ്ഞ് പറയുന്നത് കേൾക്കുമ്പോൾ വിൽ ഫീൽ വെരി ഹാപ്പി. പോവാം, ശരി. അപ്പോൾ നേരെ നമ്മൾ കുഞ്ഞിൻ്റെ റൂമിലേക്ക് പോകണു. റൂമിലേക്ക് പോകുമ്പം ഒന്നിൽ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിൻ്റെ റൂം വൃത്തിയാക്കുന്ന കാര്യമാണ് പറയേണ്ടത്, അല്ലേ? എപ്പോഴും കുഞ്ഞുങ്ങൾ പ്രധാനമായിട്ടും അവരുടെ ടോയ്സ്, അവരുടെ ബുക്സ്, ഇതൊക്കെ ക്ലീൻ ആക്കി വെക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ആദ്യം കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുക? ടൈഡി അപ്പ് യുവർ റൂം. പെട്ടെന്ന് മുറി വൃത്തിയാക്കി കിടന്ന് ഉറങ്ങണ്ടേ? ടൈഡി അപ്പ് യുവർ റൂം. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നോക്കണു. നമ്മൾ പറയും ലെറ്റ്സ് ക്ലീൻ അപ്പ് ആൻഡ് പുട്ട് അവേ യുവർ ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇവിടെ എല്ലാം കച്ചറയല്ലേ, മുഴുവൻ ഈ കളിപ്പാട്ടങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? പുട്ട് അവേ യുവർ ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് വൃത്തിയാക്കി കിടന്ന് ഉറങ്ങണ്ടേ എന്ന് പറയണം. ഓക്കെ, സോ പുട്ട് അവേ യുവർ ടോയ്സ്. അപ്പോൾ കുഞ്ഞു മുറിയെല്ലാം വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു ഡ്യൂട്ടി എന്താണ്? പോയി കിടക്കുക, കിടന്നുറങ്ങുക, സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? Come on, let's go to bed. Let me tuck you in. ഇതാണ്, ഈ ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ലെറ്റ്സ് ഗോ ടു ബെഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ലെറ്റ് മീ ടക്ക് യു ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിനക്കൊന്ന് പുതപ്പിച്ച് തരട്ടെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നിന്നെ പുതപ്പിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ലെറ്റ് മീ ടക്ക് യു ഇൻ. ഓക്കെ, നെക്സ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുമാവ ഉറങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കാൻ നേരത്ത് നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്താണ്? Can Amma get a hug please? Can mommy get a hug please? Or can you give me a kiss? Can mommy get a hug please? അതായത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ, ഗുഡ് നൈറ്റ് കിസ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് നല്ല സ്വീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ കുഞ്ഞിനെ ഉറക്കുന്നു. ആക്ച്വലി ഞാൻ ഈ സെൻറ്റൻസ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? റൂമിലേക്ക് പോകണു, ടൈഡി ആക്കുന്നു, കുഞ്ഞിൻ്റെ വേസ്റ്റ് ബിനൊക്കെ കൊണ്ട് കളയുന്നു, ടോയ്സ് എടുത്ത് മാറ്റുന്നു, കുഞ്ഞ് കിടക്കുന്നു, നമ്മൾ പുതപ്പിക്കുന്നു, ഹഗ് ചെയ്യുന്നു, ഉറക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ പ്രോസസ്സ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. ഇംഗ്ലീഷ് വിൽ ബിക്കം വെരി വെരി ഈസി ഫോർ യു. ഓക്കെ, സോ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. English House. English at your fingertips.